കാര്യമില്ല. പിന്നെ അതല്ല, പിന്നെ പുഷ്പൻ്റെ ഗാനം പാടണം. അവിടെ പുഷ്പൻ്റെ ഗാനം പാടണം, അതോ മറ്റേ വേടൻ്റെ പാട്ട് പാടണം. കുട്ടികളെ ഒരു ആഗ്രഹത്തിന് പാടിയതാണ്. അപ്പോൾ അതിൽ യാതൊരു തെറ്റും നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല. ഒരു പാർട്ടിയുടെ RSSൻ്റെ പേരൊന്നും അതിൽ വരുന്നില്ല. ജനഗീതമാണ് പാടിയത്, അല്ല ഭീകര സംഘടനയുടെ പാട്ടൊന്നുമല്ല പാടിയത്. എന്തെന്ന് പറയാനുള്ള ഭാരത് മാതാക്ക് ജീവ വിളിക്കുന്ന പറയാനാണെങ്കിൽ യുദ്ധമാണോ? അമ്മ എന്ന് വിളിക്കാൻ പാടില്ലേ? ഇപ്പം അങ്ങനെയാണ് വന്നേക്കുന്നത്. ഭാരതത്തെക്കുറിച്ച് ഒരു ഗാനം ആലപിച്ചു, അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പ്രകീർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ പരാമർശങ്ങളില്ലാത്ത ഒരു ദേശഭക്തി ഗാനമാണ് RSSൻ്റെ ഗണഗീതം. എന്നാൽ ഈ ഗണഗീതം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന സമയത്ത് കുട്ടികൾ പാടിയത് വിവാദമാക്കുകയാണ്. എന്നാൽ ഇത് വിവാദമാക്കേണ്ടതുണ്ടോ? ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ദിവസം വന്ദേ ഭാരത് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ RSSൻ്റെ ഗണഗീതം ആലപിച്ചിരുന്നു. അതിപ്പം വലിയ രീതിയിൽ വിവാദമാവുകയാണ്. ഒരു പരിപാടിക്ക് RSSൻ്റെ ഗണഗീതം ആലപിക്കേണ്ട ആവശ്യമില്ല, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ് ചില നേതാക്കൾ വാദിക്കുന്നത്. അങ്കിളിന് അങ്ങനെ തോന്നുന്നുണ്ടോ? RSSൻ്റെ ഗണഗീതം ആലപിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്കൂളിൽ അത് പിള്ളേരത് പാടാൻ പാടില്ലാത്തത് തന്നെ അല്ല, അതൊരു ദേശഭക്തി ഗാനമാണ്. അതിൽ പ്രത്യേക ഒരു മതത്തെ പറ്റിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയോ ഒന്നും പറയുന്ന ഒരു ഗാനമല്ല അത്. അപ്പം അതിലെന്താണ് പാടുന്നതിൽ തെറ്റായിട്ട് തോന്നുന്നത്? തെറ്റില്ലെങ്കിലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇതാണല്ലോ. അത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവളുടെ സംഘടനയാണ് അത്. പാടിയത് തെറ്റാണെന്നാണ് തോന്നുന്നത്. അല്ല, മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറയുന്നു. ഭരണഘടനയിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്ത് ഇങ്ങനെ RSSൻ്റെ ഗണഗീതം പാടാൻ പാടില്ല എന്നൊക്കെ. അല്ല, അങ്ങനെയൊന്നും പറയുന്നില്ലെന്നാണ്. കാര്യമില്ല. പിന്നെ അതല്ല, പിന്നെ പുഷ്പൻ്റെ ഗാനം പാടണം. അവിടെ പുഷ്പൻ്റെ ഗാനം പാടണം, അതോ മറ്റേ വേടൻ്റെ പാട്ട് പാടണോ? ആര്യ രാജേന്ദ്രൻ പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ്. എന്താ വിരുദ്ധം? ഭരണഘടനയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? തെറിയാനാണോ? ഭാരതാംബയെ കുറിച്ചുള്ള പാട്ടില്ലേ? വേറെന്തായാലും എന്തോ തെറ്റിദ്ധാരണ. ഒരു പറയുന്നത് അത് RSSൻ്റെ ഗണഗീതമാണ്, പക്ഷെ അതൊരു ദേശഭക്തി ഗാനമാണ്. അത് അതിൻ്റെ വരികളൊന്നും ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ അർത്ഥങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, സ്വന്തമായിട്ടൊന്നും ആലോചിച്ച് നോക്കിയേ. എന്താണ് അതിലൊന്നും പറയുന്നില്ല, അങ്ങനെ മതത്തെ പറ്റിയോ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയോ ഒന്നും പറയുന്നില്ല. എന്തിനായിരിക്കും പിന്നെ ഇങ്ങനെ നേതാക്കൾ ഇത് വിവാദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അവർക്ക് പേര് ഒന്ന് പത്രത്തിലൊക്കെ വരാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതൊന്നുമല്ല. ശിവൻകുട്ടിയെ പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്കൂളിനെതിരെ ഇത് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. CBSE സ്കൂളാ. ശിവൻകുട്ടി എന്ത് ചെയ്യാനാ? ആ ഒരു സംഭവം വിവാദമാക്കേണ്ടതുണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ അതേപറ്റി പറയാനുള്ളത്? ഒരു തീവ്രവാദ സംഘടനയുടെ ഗണഗീതമല്ല. ഗണഗീതം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് സോങ്, കുട്ടികളെ ഒരു ആഗ്രഹത്തിന് പാടിയതാണ്. അപ്പോൾ അതിൽ യാതൊരു തെറ്റും നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല. ഒരു പാർട്ടിയുടെ RSSൻ്റെ പേരൊന്നും അതിൽ വരുന്നില്ല. അതൊരു ദേശഭക്തി ഗാനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരുവിധ തെറ്റും ഇല്ലെന്നാണ്. തെറ്റ് കുറച്ച് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മേയർ അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ്. അങ്ങനെയൊന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഭരണഘടനയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് തികച്ചും അവരുടെ സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ ഇതാണ്. RSSനോടുള്ള വൈരാഗ്യം കുട്ടികളോട് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തായിരിക്കും ഇതിങ്ങനെ വിവാദമാക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും ഈ നേതാക്കന്മാർ? വെച്ചാൽ ഹിന്ദുക്കളൊന്നാവരുത്, അവർക്ക് ഈ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ഇപ്പോൾ ശബരിമല പോലുള്ള സംഭവങ്ങൾ ഇതിൽ നിന്നും മറച്ചിടുക, അതിനുള്ള ഒരു ശ്രമം എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ജനഗീതമാണ് പാടിയത്, അല്ല ഭീകര സംഘടനയുടെ പാട്ടൊന്നുമല്ല പാടിയത്. ഇത് വിവാദമാക്കുന്നത് തന്നെയാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? അവരൊക്കെ ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി വോട്ട് രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മാത്രം, ഒരു മതത്തിന് മാത്രം അവരിത് ചെയ്യുന്നത് കൊണ്ടാണ് ആ കാഴ്ചപ്പാട് അവർക്ക് വരുന്നത്. അല്ലെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു പാട്ടാണോ പാടിയത്? നിങ്ങൾക്കറിയാമല്ല ഗണഗീതത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഒന്ന് ആര്യ രാജേന്ദ്രനായിരുന്നു. ആര്യ രാജേന്ദ്രനല്ലേ പറഞ്ഞത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആര്യ രാജേന്ദ്രൻ അത് ആ ഒരു പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാതെ എന്താണെന്ന്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് തന്നെയാണ്. അതിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ പാലസ്തീനെ കുറിച്ചാ പാകിസ്ഥാനെ കുറിച്ചാ ഒന്നും അല്ല പാടി. എന്നാലേ രാജ്യവിരുദ്ധമാകുള്ളൂ, ദേശവിരുദ്ധത വരുള്ളൂ. നമ്മൾ ഇത് അതിന്റെ വരി ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം. ഗണഗീതം പാടുന്നത് അതിന്റെ വരി ശ്രദ്ധിക്കുമ്പോൾ അറിയാം. എന്തിനായിരിക്കും പിന്നെ ഇത് വിവാദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇനിയിപ്പോൾ 2 ഇലക്ഷൻ ഉണ്ട്. ഒരു ഇലക്ഷൻ വന്നു, അടുത്ത ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മതത്തിനെ മാത്രം സൂചിപ്പിക്കുന്നതാണിത്. ഒരു മതത്തിനെ മാത്രം സൂചിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. വന്ദേ ഭാരത് ഇവരിനി പറയില്ല, പേരൂടെ മാറ്റാൻ പറയുമല്ല.
ഇതിന്റെ പേരൂടെ മാറ്റണ്ടേ? അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവർ പറയാം. അടുത്ത ഉടനെ അതുണ്ട്, അടുത്ത ഇലക്ഷനോടനുബന്ധിച്ച്. ഇത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഭാരതത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഗാനമല്ലേ. അതെ അതെ. അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയേണ്ട കാര്യമില്ല. മേയർ പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു ഭാരതത്തെക്കുറിച്ച് ഒരു ഗാനം ആലപിച്ച് അത് കേട്ടായിരുന്നു. അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനായിരിക്കും നേതാക്കന്മാർ അതിന് ഒരു വിവാദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഓരോരുത്തരും രാഷ്ട്രീയ ഇതല്ലേ, അതിനെക്കുറിച്ച്. ഈ ഗണഗീതം ആലപിച്ചത് ഇങ്ങനെ വിവാദമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ആവശ്യമില്ല. എന്തായിരിക്കും പിന്നെ ഈ നേതാക്കൾ ഇങ്ങനെ വിവാദമാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ? രാഷ്ട്രീയത്തിൻ്റെതായിരിക്കും ആയിരിക്കും. അപ്പൊ ഈ ഗണഗീതം എന്ന് പറയുന്നത് ഒരു ദേശഭക്തി ഗാനമാണല്ലോ. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇങ്ങനെ ആലപിച്ചതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. ഇല്ല. അത് RSSന്റെ ഗണഗീതമാണെങ്കിൽ പോലും അതൊരു ദേശഭക്തി ഗാനമാണ്. അതിൽ പ്രത്യേക ഒരു മതത്തെ പറ്റിയോ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയോ ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തെറ്റാണ്. എന്താ ചേട്ടൻ അങ്ങനെ തോന്നാൻ കാരണം? കാരണം ഇവരിങ്ങനെ കാണിക്കുന്ന കുറേയൊക്കെ അവർ കാണിക്കുന്നതെല്ലാം ഭയങ്കര ബഹളമൊക്കെ കാണിക്കുന്നു. റോഡിൽ കിടന്ന് ഭയങ്കര ബഹളമൊക്കെ കാണിക്കുന്നു. അതും ഈ ഗാനവും തമ്മിലൊരു ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ചിലവർ അവരിഷ്ടം അവർ പറഞ്ഞ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് അല്ല, ഒരു ഗാനം അങ്ങനെ ആലപിച്ചെന്ന് കരുതിയിട്ട് അതിലൂടെ അവര് അങ്ങനെ ഒന്നും വളർത്താനായിട്ട് ശ്രമിക്കുന്നില്ലല്ലോ. എന്നാലും പറയാൻ ചിലവരെ അവർ താല്പര്യം, അവർക്കൊക്കെ താല്പര്യം കണ്ടല്ലോ. അല്ല, കുട്ടികളാണ് ആ ഗാനം ആലപിച്ചത്, RSSന്റെ ഗണഗീതം ആലപിച്ചത്. അതൊരു ദേശഭക്തി ഗാനമല്ലേ? അപ്പം മുന്നേ ആരും പറയാതെ ചെയ്യില്ലല്ലോ. ആരെങ്കിലും പറയാതെ ചെയ്യാൻ പറ്റില്ല, അവരാരെങ്കിലും പറഞ്ഞെങ്കിലും ചെയ്യും. അല്ല, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് തോന്നുന്നുണ്ടോ? മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഗാനം ആലപിച്ചത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും നേതാക്കൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? ചിലപ്പം അവർ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ വരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കും. പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കും. RSSന്റെ ഗണഗീതം പാടേണ്ട ആവശ്യമില്ല എന്നാണ് ചിലർ വാദിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ആവശ്യമില്ല. RSSന്റെ ഗണഗീതം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേക ഒരു മതത്തെയോ ഒന്നും പറയുന്നതല്ലല്ലോ. അതൊരു ദേശഭക്തി ഗാനം. അതിലെന്തിനാ RSS ഒന്നുമില്ല, ആരും എഴുതിക്കോ. ദേശഭക്തി ഗാനത്തിന് എന്താ കുഴപ്പം? അത് നമുക്കെല്ലാം ശരിക്കും അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ രാജേന്ദ്രൻ അടക്കം പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ള. എന്തെന്ന് പറയാനാണ്? ഭാരത് മാതാക്ക് ജീവൻ വിളിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ? അമ്മ എന്ന് വിളിക്കാൻ പാടില്ലേ? ഇപ്പം അങ്ങനെയാണ് വന്നേക്കുന്നത്. മനസ്സിലായില്ല? അതൊക്കെ നമുക്കെല്ലാം മാനസികമായിട്ട് നമുക്ക് വിഷമമുണ്ട്. അവർക്ക് ഉണ്ടാക്കണം. അതായത് അതല്ലേ പറഞ്ഞു, ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇരിക്കണം ഇതിനെ വിവാദമാക്കി അത് തെറ്റാണെന്ന് പറയണം. നമ്മളെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നു. അവൻ വിജയിക്കില്ല, എന്നാൽ എന്തിനാണെന്നുള്ള അവർക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് വിവാദമാകുക. ഭാരതാംബയുടെ ചിത്രം വെച്ച് പിന്നെ ഭാരതാംബയുടെ അല്ല ഭാരതത്തിൽ പിന്നെ വേറെ ആരെങ്കിലും ചിത്രം കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെ അമ്മ എന്ന് വിളിക്കുക, അച്ഛന്ന് വിളിക്കുക. അമ്മ വീട്ടിൽ കയറി വരുമ്പോൾ അമ്മ ഇരിക്കുമ്പോൾ അമ്മ മറ്റേന്ന്. ഇപ്പോൾ വേടന് വരെ എന്തോ അവാർഡ് ONV കുറിപ്പും അവരൊക്കെ ഇപ്പോൾ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് മരിച്ചുപോയി തന്നെ അവരൊക്കെ. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് സംസാരിക്കാനേ പേടിയാണ്, പിന്നെ ഞാൻ പറയണമെന്നുള്ളതേ ഉള്ളൂ. ഇല്ല അങ്ങനെ തോന്നണല്ല. അവരും ഇവിടെ ഉള്ള ആളുകളല്ലേ. അവർ ഒന്നുമില്ല, അവരും നല്ല നമ്മളെ ഇന്ത്യയിലുള്ള ആളുകളല്ലേ. ഇപ്പം നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗണഗീതം ആലപിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? എന്ന് എനിക്കറിഞ്ഞൂടാ.